ഹായ്, ബിജു ദേവരാജാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിന്ന് ബറോസ് കണ്ടു. ബറോസിനെ കുറിച്ച് ഫസ്റ്റ് ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം. ഇന്ത്യൻ സിനിമയിൽ ഞാൻ ഇന്ന് വരെ ഇത്രയും നല്ല ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു 3D സിനിമ കണ്ടിട്ടില്ല. പല നടന്മാരും സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമകൾ. നടന്മാരെന്നതിനപ്പുറം ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ നമുക്കറിയാം മോഹൻലാലിന്റെ ആർട്ട് സെൻസ്, കലാമേന്മ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലിറ്റററി സെൻസ് എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ സിനിമയിലെ ഓരോ രംഗവും. ഈ സിനിമയുടെ വിഷ്വലൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ വിഷ്വൽസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ടത് ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്ര മനോഹരമായിട്ടായിരുന്നു അതിന്റെ ആർട്ട് എന്ന് പറഞ്ഞാൽ, ആ പേര് പോലെ എന്താണോ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് സാർത്ഥകമാക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ആർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അത് അങ്ങനെ തന്നെ ക്യാൻവാസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കാനും ക്യാമറാമാനും സാധിച്ചിട്ടുണ്ട്. ഒരു 3D സിനിമയിൽ ഇത്രത്തോളം മികച്ച ക്വാളിറ്റിയുള്ള വിഷ്വൽസ് പൊതുവെ കാണാറില്ല. അത്രമാത്രം വിഷ്വലി സമ്പന്നമാണ് ഇതിന്റെ ഓരോ കാഴ്ചകളും. കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു സബ്ജക്റ്റ് വരുന്നത്. പക്ഷെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ സിനിമയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്കറിയാം, വയലൻസ് വയലൻസ് വയലൻസ്, ടെറർ, ഇതൊക്കെയാണ് നമ്മുടെ യുവാക്കൾ വിളിച്ചു പറയുന്നത്. ഒരു സിനിമ കണ്ടിട്ട് അതിന് ഇന്റർവെല്ലിന്റെ സമയത്തും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ തന്നെ കേട്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണങ്ങൾ കേട്ടിട്ടുള്ളതാണ്. വയലൻസ്, ഓഫ് കിഡിലൻ വയലൻസ്, ടെറർ. വയലൻസ് എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. വയലൻസ് ആഘോഷിക്കപ്പെടേണ്ടുന്നൊരു കാര്യമല്ല. ഒരു സിനിമയിൽ വയലൻസ് കാണിക്കുമ്പോൾ ആ സിനിമ ആ വയലൻസിനെ പേടിപ്പെടുത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പേടിയായിരിക്കണം, ഭീതിയായിരിക്കണം മനസ്സിലേക്ക് വരുന്നത്. അത് ത്രില്ലാകരുത്. അക്രമം ഒരിക്കലും. വയലൻസിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്നവർക്ക് അറിയില്ലയോ, അല്ലെങ്കിൽ ആ രീതിയിലല്ലയോ പറയുന്നതെന്നാണ്. കാരണം വയലൻസ് 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 ടെറർ എന്ന് പറയുമ്പോൾ അക്രമം, ഹിംസ, ടെറർ എന്നൊക്കെ പറയുമ്പോൾ എത്ര സംസ്കാര ശൂന്യരാണെന്നുള്ളതാണ്. നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് ഇതികാലി മൃഗങ്ങൾ. ആ സിനിമ കണ്ടാൽ മതി, അതിന്റെ ഉത്തരം കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ആ ഒരു സിനിമയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ട്രെൻഡ് നിലനിൽക്കെ വളരെ കാവ്യാത്മകമായ രീതിയിൽ സങ്കല്പങ്ങളിലൂടെ, ഉറൂബിന്റെ കഥകളൊക്കെ പറയും പോലെ, ഉറൂബിന്റെ കഥകളൊക്കെ വായിക്കുന്നത് പോലെ സങ്കല്പങ്ങളിലൂടെ എങ്ങനെ വിഷ്വൽ ചെയ്യാം, അല്ലെങ്കിൽ ആ വിഷ്വൽസ് എങ്ങനെ കാഴ്ചക്കാരന് മനോഹരമായിട്ട് സംവദിച്ച് സംസ്കാരം എങ്ങനെ ഉരുട്ടിയെടുക്കാം എന്ന് പറയുന്നൊരു സാധനം. ഇത്തരം ഒരു സബ്ജക്റ്റ് ഈ രീതിയിലൊന്നും വർക്കൗട്ട് ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ ഒരു വേൾഡ് സിനിമയിൽ പോലും കണ്ടിട്ടില്ല എൻ്റെ അനുഭവത്തിൽ. അത്രമാത്രം മികച്ച രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിനകത്തുണ്ട് മോഹൻലാൽ പാടുന്നൊരു പാട്ടുണ്ട്, ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര രസകരമായിട്ട് മോഹൻലാൽ അത് പാടിയിട്ടുമുണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ ഇതുവരെ പാടിയ പാട്ടുകളെക്കാളൊക്കെ എനിക്ക് കുറച്ചും കൂടിയും സുഖം തോന്നിയൊരു പാട്ട് ഈ ഒരു സിനിമയിലെ പാട്ടാണ്. അത്രത്തോളം മനോഹരമായിരുന്നു അതിന്റെ ആ പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ മേക്ക് ചെയ്തത്, ആ പാട്ട് തുടങ്ങുന്നതിന്റെയും അതിന്റെ ഒരു ആംബിയൻസ്, അതുപോലെ തന്നെ പാട്ടിലേക്ക് എത്തുന്ന സീക്വൻസ് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതും അത് ഭയങ്കര ഇമോഷണലാണ്. ഇമോഷൻസ് ഇല്ല എന്നൊക്കെ ഒന്ന് രണ്ട് ലൈവ് റിവ്യൂലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷെ ഇതിന്റെ ഇമോഷൻ എന്ന് പറയുന്നത് നിൽക്കുന്നത് ഈ ഒരു ആംബിയൻസിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇമോഷൻസ് അങ്ങനെയാണ്. കാരണം ആ ഒരു പാട്ട് തുടങ്ങുന്ന ഒരു 2-3 മിനിറ്റ് നീളുന്ന നിശബ്ദതയും, ആ നിശബ്ദതയെ സംഗീതത്തിന്റെ ഒരു പ്രത്യേക ലോകത്തേക്ക്, സംഗീതം പോലെ തന്നെ അതിന്റെ സങ്കല്പങ്ങളുടെ വിഷ്വൽസ്, ഇതൊക്കെ തന്നെ മേക്ക് ചെയ്ത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ സിനിമ. ആ ഒരു സീനും. റിയൽ ലൈഫിൽ ഇസബല്ല എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മായ റാവു എന്ന് പറയുന്ന ബോംബെ ബേസ്ഡ് കുട്ടിയാണ്. വളരെ മനോഹരമായിരുന്നു ആ കുട്ടിയെ കാണാനും. ആ കുട്ടിയുടെ അഭിനയവും. ഒരു പക്ഷെ ഈ കുട്ടി അല്ലായിരുന്നു എങ്കിൽ ഈ സിനിമയുടെ സാധ്യതകൾ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ആ കുട്ടിയുടെ ഓരോ എക്സ്പ്രഷൻസും അത് ഈ സിനിമയെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യം, ഈ നിലവിലുള്ള സിറ്റുവേഷനിൽ വയലൻസ്, ടെറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ എങ്ങനെ സംസ്കാരം എങ്ങനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കാവ്യാത്മകമായ ഒരു ലോകമുണ്ടെന്ന് തന്നെ എങ്ങനെ പഠിപ്പിക്കണം,
അത്തരത്തിലൊരു തലമുണ്ടെന്ന് തന്നെ എങ്ങനെ പറയണം എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ ഈ സിനിമ കാണുക എന്നുള്ളതാണ്. ഓരോ രക്ഷിതാവിനും ഓരോ കുടുംബത്തിനും കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വളരെ ധൈര്യസമേതം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും കൊടുക്കേണ്ടതുമായിട്ടുള്ള സിനിമ അതാണ് ബറോസ്. അത്ര മനോഹരമാണ്, അത്രത്തോളം മികച്ച രീതിയിലുമാണ് ഇത് കൺവേ ചെയ്യുന്ന ആശയം, അത്രത്തോളം നന്മയുള്ളതുമാണ്.